കിച്ചുവിൻ്റെ കൊട കണ്ടോ കിച്ചു? അതിനെന്താ മഴ തുടങ്ങി പെയ്യണില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് മഴ പെയ്യാത്തത് കൊണ്ട് ഇതെന്തോ ചെയ്തു പോകുന്നുണ്ട് അനിയത്തെ. നിങ്ങളല്ലേ എടുത്തത്? പിന്നെ അത് ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത്. ഞാനെന്ത് ചെയ്യാറ്? അത് എന്തില്ലത് മാറാലാട്ടുള്ളതാണ്. പിന്നെ അത് അങ്ങനെ തന്നെ അല്ലേ ചെയ്യുക. ചവിട്ടിയൊക്കെ തിരുമ്പിയതാണ് കേട്ടോ. നാളത്തെ കഴിഞ്ഞാൽ മറ്റന്നാൾ ചങ്കരാന്തിയല്ലേ, അപ്പോൾ എല്ലാതും തിരുമ്പി വൃത്തിയാക്കി ഇടണ്ടേ വിചാരിച്ചിട്ട്. വിറക് എത്ര ഉണ്ടായിരുന്നതാ കണ്ടോ? വിറകിൻ്റെ കോലം ഇത്ര ഈ വിറകില്ലേ. നേരെ കത്തിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ കുറച്ച് ദിവസത്തേക്കും കൂടെ ഉള്ള വിറകിയുള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക വന്ന് ഓ എന്താണ് തലയും താഴ്ത്തി പോണ കണ്ടോ അവള്? ഒരു മൈൻഡും ഇല്ല. കുമ്പളത്തിൻ്റെയും മത്തൻ്റെയൊക്കെ വള്ളി ഉണ്ടായിരിക്കണം ഇത് കൂടെ. ഒരു കുമ്പളങ്ങി ഉണ്ടായില്ല, ഒരു മത്തനും ഉണ്ടായില്ല. വള്ളികളൊക്കെ നോക്കി നോക്ക്. ആ അമ്മു ണ്ടോ മത്തൻ്റെ ഇല നോക്ക്. നല്ല ഉഷാറില്ല. അതിന് ഉഷാറായി പറഞ്ഞിട്ട് കാര്യമില്ല. റോട്ടിൽ കൂടെയാണ് ഫുള്ളും. ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ നല്ല ഉഷാറുണ്ടാവും അല്ലേ? എവിടെ ചോദിച്ചാൽ അങ്ങോട്ട് വരുമല്ലേ? എന്താ ഇതിനൊരു വടി താഴത്ത് കൂടെ തന്നെ ഇറങ്ങിപ്പോയി. അതൊക്കെ താഴത്ത് കൂടെ തന്നെ ഇറങ്ങിപ്പോയി അറിയാം. ഇതാണ്ടോ ഇവിടെ നോക്ക്. ഇവിടെ നല്ലല്ലേ? അതൊക്കെ നല്ല ഇലയാണ്. അതിനെ ഞാൻ പറയണേ, എന്താ വേണ്ടവർ വന്ന് നുള്ളിക്കൊണ്ടേക്കോളം പറയാണ് കൂട്ടുകാരെടുത്തേ. അടുത്ത വീട്ടുകാരോട് വന്നിട്ടേ ഒക്കെ പറയാണ് കർക്കിടക മാസമല്ലേ വരുന്നത്, അപ്പോൾ പത്തല കൂട്ടാന്ന്. അല്ലാതെ ഇത് ഈ കുമ്പളവള്ളിയുടെ ഇടയിൽ കൂടെ മത്തം വള്ളി ആകുമ്പോലെ മനുഷ്യന്മാരുടെ പോലെ അല്ലല്ലോ. ഒറ്റങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും. കണ്ടോ ഐക്യത്തോടെ പോണ കണ്ടോ? കുമ്പളത്തിൻ്റെ ഇല എടുത്തിട്ട് താളിപ്പ് ഉണ്ടാക്കണം വിചാരിച്ചേട്ടോ. മേലെ കയറി, പക്ഷെ അതിലൊരു കായ ഉണ്ടായില്ല. അനിയൻ പറയുന്ന കേട്ടില്ലേ, ഇത്രയും കൂടി വള്ളിയില്ലാത്ത അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായി ഇത്രേ. നമ്മുടെ അവിടെ വള്ളി കൂടിയിട്ട് എന്താ ഉണ്ടാവണമില്ല. വള്ളി മതിച്ചു പോയി അറിയാം. അമ്മൂട്ടി സാരി ഉടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എന്താ അനിയേട്ടൻ സാരി ഉടുക്കാൻ അനിയേട്ടൻ അറിയുമോയെന്ന് ചോദിച്ചില്ലേ? അനിയേട്ടൻ എനിക്ക് സാരി ഉടുക്കുമ്പോൾ എനിക്ക് എന്താ സാരി ഉടുക്കറിയണ്ടേ ഉടുത്തു തരാറുണ്ട് കേട്ടോ. എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ അനിയേട്ടൻ തന്നെയാണ് ഉടുത്തു തരാറ്. ഇതാണ്ടോ ഈ സാധനം നമ്മൾ തിന്നണതാണ്. ഇട്ടാപ്പൊട്ടി എന്നല്ല ഇത്. ഇങ്ങനെ എന്ത് കായെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു പഴുത്ത് കഴിഞ്ഞൊരു പുളിപ്പുള്ളൊരു സാധനം. എന്താ ഏട്ടാ നിങ്ങളങ്ങനെ പറയുന്നത്? ഇതുപോലെ വേറൊന്നുണ്ട്. ഇനി ഇട്ടാപ്പൊട്ടി പറഞ്ഞ് വേറെ സംഭവം ഉണ്ട്. ഇതേപോലെ തുപ്പലൊട്ടി വായിൽ വെച്ചിട്ട് പൊട്ടിക്കണല്ലേ? അത് തുപ്പലൊട്ടി. ആ സാധനം കുഞ്ഞത് കൊണ്ടുവന്നിരുന്നു. ഇത് പഴുക്കുന്നു. ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് കഴിക്കും. എപ്പോഴല്ല എന്താ മുള്ളമ്പഴം തിന്നില്ലേ നമ്മള്? അത് ചില ആൾക്കാർ മുള്ളമ്പഴം തിന്നില്ല പറഞ്ഞിട്ട് കളയില്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ ഇത്. ഇത് പഴുത്ത് കഴിഞ്ഞു വെച്ചാൽ ഒരു മഞ്ഞ പോലത്തെ ഒരു കളറുണ്ടാവും. അപ്പോൾ ആ കളറിൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഏട്ടന് വിശ്വാസമില്ലെങ്കിൽ ഏട്ടൻ കഴിക്കണ്ട കേട്ടോ. എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? ഇങ്ങോട്ട് പോരും. ഇന്നില്ലേ നല്ല പണിയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് പണി തന്നെയായിരുന്നേ. പണി എന്താ ഒരുങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഉച്ചയായപ്പോൾ. നമ്മുടെ വീടൊക്കെ അല്ലേ പിന്നെയും തുടച്ച് ഇത് കൂടെയൊക്കെ കുട്ടികൾ ചളിയാക്കിയിട്ട് ഇങ്ങനെ വരപ്പെട്ട പോലെയൊക്കെ ആയിരുന്നില്ലേ, അതൊക്കെ തുടച്ച് നമ്മൾ വാതിലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഇപ്പോൾ നമ്മുടെ സരോവരം കാണുമ്പോൾ സരോവരത്തിൻ്റെ ഫ്രണ്ട് വശം കാണുമ്പോൾ നല്ല രസമല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പഴയ വീട്ടിൽ എന്താ ചെയ്യലില്ലേ ചോദിക്കുമ്പോൾ പഴയ വീട്ടിലും ചെയ്യും. പുതിയ ഇതാവുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് എങ്ങനെ പറയുക, അതിനേക്കാട്ടിലും വൃത്തിയും ഇതൊക്കെ തോന്നണില്ലേ അല്ലേ? അപ്പോൾ പിന്നെ ഇതേപോലെ ആവില്ല. പെയിൻ്റ് അടിച്ചതല്ലേ ഇപ്പോൾ. പെയിൻ്റ് അടിച്ച എപ്പോഴാണ് നമ്മുടെ എന്താ കയറി താമസത്തിൻ്റെ കയറി താമസത്തിൻ്റെ ആ സമയത്തല്ലേ നമ്മൾ പെയിൻ്റ് അടിച്ച്. ഇതിൻ്റെ ഒപ്പം അതിൻ്റെ പെയിൻ്റ് അടിച്ചതാ. കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന സ്റ്റിക്കറൊക്കെ ഇങ്ങോട്ട് വെച്ച് അതേപോലെ കളർ പെൻസിലും കൊണ്ടൊക്കെ വരഞ്ഞ് അതൊക്കെ ഒരു ലെവലാക്കിയിട്ടോ. പിന്നെ നമ്മുടെ ഈ ലൈറ്റുകളിൽ ഇതങ്ങനെ ഈ ഷോ ലൈറ്റുകൾ കണ്ടോ? ഇത് സത്യം പറയുക വെച്ചാൽ കുറച്ച് ദിവസത്തെ ഒരു ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോന്ന് പോയി. ഇപ്പം നമ്മുടെ
ഇതാ ഇവിടുത്തെ പോയി, പിന്നെ അതിൻ്റെ അവിടുത്തെ 2 പോയി. 1 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ. ഇത് മാറ്റി മാറ്റി തന്നെ പണി. ഇപ്പോൾ ഒന്ന് വാങ്ങിയത് എന്താ 100 രൂപയ്ക്ക് 100 രൂപ 80 രൂപയ്ക്കേ ഉള്ളൂ ഈ ചെറിയ ലൈറ്റിന്. കാണാൻ രാത്രി ഇട്ട് കാണുമ്പോൾ അല്ലേ എല്ലാവരുടെയും പാടെ കൂടിയിട്ട് നല്ല വീടൊക്കെ കാണാൻ നല്ല കാഴ്ചയാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒന്നെങ്കിലും പോകണ്ടില്ല കേട്ടാ. അപ്പോൾ കയറി താമസം കഴിഞ്ഞിട്ട് 6 7 മറ്റ് മാറ്റി. അച്ചുട്ടിയേ കയറി താമസം കഴിഞ്ഞിട്ട് നമ്മൾ 6 7 ബൾബ് മാറ്റി കേട്ടോ. അപ്പോൾ വായോ കാണിച്ചു തരാം. കേറൂ എന്തെങ്കിലും വരാത്ത ഓ എന്തിന് ഇപ്പം നമ്മുടെ കിണറ്റിൽ വെള്ളമായപ്പോഴേ കുഴൽക്കിണർത്തെ വെള്ളം നമ്മളധികം ഉപയോഗിക്കണില്ല കേട്ടോ. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുറച്ച് നമ്മളില്ലേ അടിച്ചിട്ട് കളയണം പറഞ്ഞിരുന്നേ. ഇല്ലെങ്കിൽ ഈ വെള്ളത്തിലില്ലേ ഭയങ്കര സ്മെല്ല് കേട്ടോ. ദിവസം അടിക്കുമ്പോൾ മണമില്ല, ദിവസം അടിക്കാതെ 3 ദിവസം കൂടുമ്പോഴേക്കും സ്മെല്ല് വരുന്നു. നമ്മുടെ ഈ കിണറ്റിൽ നല്ല സ്മെല്ല് വരും. ഇപ്പം തന്നെ നമുക്ക് അവിടെ ഈ വെള്ളം അവിടെ ഈ ഷീറ്റൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒരു വെള്ളത്തിനൊരു മണം ഉണ്ടാവില്ലേ, ആ ഒരു മണല്ലേ ഈ കോർപ്പറേഷൻ ബാത്റൂമിന്റെ അവിടെ സൈഡ് പോകുമ്പോ അങ്ങനത്തെ ഒരു മണം. അടച്ച് അങ്ങനെ വായു സഞ്ചാരം തീരില്ലാണ്ട് അടച്ചിടല്ലേ. ആ അടപ്പ് തുറന്നു വെക്കാനും പറ്റില്ല. ഏയ് അങ്ങനെ തുറന്നു വെക്കണം, മോട്ടറയിലല്ലേ തുറന്നിടാൻ പറ്റില്ല. എന്താ നമ്മള് ഇങ്ങനെ ഡെയിലി അടിച്ച് കളിക്കണൊക്കെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മളന്ന് ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇതിലില്ലേ എനിക്ക് എൻ്റെ അനുഭവം പറയട്ടോ, നമ്മള് മുടിയൊക്കെ എത്ര കൊഴിയുന്നറിയോ. ഓരോ ഉണ്ട കൊഴിയാൻ തുടങ്ങി. ആദ്യം ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കിണറ്റിൽ വെള്ളമുള്ള സമയത്ത് നമ്മൾ കിണറ്റത്തെ വെള്ളം തന്നെ കേട്ടോ പരമാവധി ഉപയോഗിക്കുന്നുള്ളൂ. അതിങ്ങനെ കുറച്ച് നേരം, ചിലപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് വരെ അടിച്ച്. മുടി കൊഴിച്ചിൽ പേടിച്ചിട്ട് മെയിനായിട്ട് വെള്ളം എടുക്കാത്ത മുടി കൊഴിച്ചിൽ പേടിച്ചിട്ട് മെയിനായിട്ട് വെള്ളം എടുക്കാത്ത പറയുക. പിന്നെ അപ്പയ്ക്കും വെള്ളം, പക്ഷെ ഇതില്ലേ കിണറിലുണ്ടല്ലോ വെള്ളം. ഇതിന്റെ ഉപകാരം എപ്പോഴാ അറിയാന്നറിയോ, ഇങ്ങനെയാണ് വെച്ചാൽ വേനൽക്കാലം ഒന്നും ആവണ്ട, ഒരു 3-4 മാസം കൂടി 2 മാസം കഴിയുമ്പോഴേക്കും കുഴൽക്കിണറേ ശരണം പറയും. പക്ഷെ ഇതിന്റെ മണം കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മണം കുറയാൻ ഡെയിലി വെള്ളം അടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അല്ല ചിലര് പറയില്ലേ കല്ലിട്ട് കൊടുത്താൽ മതി വെള്ളത്തിൽ. തൂർക്കാൻ നിൽക്കരുതേ, ആരെങ്കിലും പറഞ്ഞാൽ കല്ലെന്നിട്ട് തൂർക്കാൻ നിൽക്കരുത് പറയാ. കിണർ തൂരില്ല അതിൻ്റെ ഉള്ളിലേക്ക് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ. ഏട്ടൻ പറയുന്ന ഏട്ടൻ തോന്നുന്നു ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കല്ലിടാനും മണ്ണിടാനും ഒന്നും പറ്റില്ല, അത് അങ്ങനെ അടച്ചു വെച്ചേർക്കുക. അത് നോക്കിയൊക്കെ ഇത് നോക്ക് എവിടെ നിൽക്കണെന്ന്. പൊക്കോട്ടെ കൂടെ വിട് അത് കൂടെ പൊക്കോട്ടെ, അത് കൂടെ അങ്ങനെ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇതല്ലേ ആ വന്നോട്ടെ. ഇതെന്ത് കാട് വീടാക്കാനോ? അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കണ അവിടെ എവിടെ നോക്കിയോക്ക്. അതൊന്നും കുഴപ്പമില്ല, അത് വെട്ടട്ടെ. വേണ്ട പൊട്ടിക്കണ്ട, അത് നമുക്ക് കാവത്ത് മുളയ്ക്കാരാകുമ്പോ എടുക്കാരാകുമ്പോ അതിന്റെ അടിയൊന്നും മുറിച്ചു വിടാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 കിലോ 15 കിലോന്റെ കാവത്ത് ഉണ്ടാവും കേട്ടോ, ഈ ഒരു ഭാഗത്ത് മാത്രം. അവിടെ ഇരിക്കട്ടെ പാവം കാവത്ത്. അല്ലേ പ്രിയേ? എന്താണ് സംക്രാന്തി ഒരുക്കം? എന്തിനടി ചിക്കുവിന്റെ തെയ്യുണ്ട്. ഇന്നോട് ചോദിച്ചിട്ട് വേണം തോട്ടിയൊക്കെ എടുക്കാൻ. നിനക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോയിക്കൂടെ? എല്ലാം കൂടി ഈ ഭാഗത്താണ്. അല്ല ഈ ഭാഗത്ത് എന്താ മെയിൻ ആയിട്ട് മത്തവള്ളി മത്തന്റെ ഉള്ളിലടി മത്തനേല എടുത്തുകൂടായിരുന്നില്ലേ? റംബൂട്ടാൻ 2 കൊല്ലത്തിനുള്ളൊക്കെ ഉണ്ടാവും. മത്തുണ്ടോന്ന്? മത്തുണ്ടെങ്കിൽ എന്തായാലും നിനക്ക് തരാട്ടോ. കുമ്പളവള്ളി മത്തവള്ളിയൊക്കെ ഇഷ്ടം പോലെ, പക്ഷെ ഒറ്റ ഒരു പൂവുണ്ട്, ഒരു കായ ഉണ്ടായില്ല. പിന്നെ എന്താണെന്നറിയോ സമാധാനം പ്രിയേ, നമുക്ക് മത്തൻ എന്താ എവിടെ കടയിൽ നിന്ന് എപ്പോഴും ആഴ്ചയിൽ കൊണ്ടുവരണല്ലേ. മത്തന്റെ മത്തൻ അനിയുടെ പറയണ കേട്ടോ, മത്തൻ അതിലന്റെ കടയിലാണ്. ഇല വേണമെങ്കിൽ നുള്ളിക്കോന്ന്. ഇല വേണമെങ്കിൽ ഇഷ്ടം പോലെ കൊണ്ടോ. ആ കിട്ടട്ടെ. എന്താ അവരെ നുള്ളി ഉപ്പേരി വെച്ചൊന്ന്. ഞാനില്ലേ അടുത്ത് എല്ലാവരോടും പറയണേ നുള്ളിക്കോളാൻ പറയണേ. ഇതെന്താ വെച്ചാൽ ഇതൊക്കെ അപൂർവമായിട്ട്
ചില വീട്ടുകൾ കൂടെ എല്ലാ ഉണ്ടാവണതല്ലേ. കൊല്ലം ഇല്ല, ചില കൊല്ലം നമ്മൾ ഓരോരുത്തർ പോയിട്ട് ചോദിച്ചിട്ട് കൊണ്ടുവരില്ലേ. ചിലയിടത്തുനിന്ന് കൊണ്ടുവരും. നമുക്ക് അവർ തരുമ്പോൾ നമ്മുടെ അവിടെ ഉള്ളത് വേറെയുള്ളവർക്കും കൊടുക്കണ്ടേ, എന്നാലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമൊക്കെ ചക്കക്കൂട്ടാൻ വെക്കുമ്പോഴും എന്താ മുതിരയും ചേമ്പും താളുന്നണ്ട് വെക്കുമ്പോഴൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തരും കേട്ടോ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ ചക്കക്കൂട്ടാൻ വെച്ചാൽ എല്ലാവരും പറയും ഗ്യാസാണ് പറയും. ചക്ക പഴുത്തത് കുട്ടികളാണ് പറഞ്ഞു വെച്ചാൽ എന്താണ് അതിൽ പൊടിയിട്, പാലൊഴുക്കി ഒഴിക്കൂടെ ഉണ്ണി. പിന്നെ തുണിയൊക്കെ നമ്മുടെ തിരുമ്പലൊക്കെ രാവിലെ കഴിഞ്ഞേക്കണം കേട്ടോ. പക്ഷെ നമ്മൾ ചുമര് കഴുകലായിരുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഈ ഭാഗത്തേക്ക് ചുമര് കഴുകാണ്ട് എന്താ ഉള്ളത്തെയൊക്കെ കളഞ്ഞു കേട്ടോ. കുട്ടികൾ കൈ പിടിച്ചിട്ടുണ്ടായിട്ടൊക്കെ ഒരു വെള്ള തുണി വാങ്ങിക്കൊണ്ടുവന്നു തന്നെയാട്ടൻ. എന്ത് തുണിയാട്ടത്? ബനിയൻ ക്ലോത്ത് വാങ്ങിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഫുള്ള് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടു. ഇനി ബടി നമ്മൾ എത്രയൊക്കെ ചെയ്യാച്ചാലല്ലേ ഇങ്ങനെയൊക്കെ ഒരു ആൺറതിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ എല്ലാം വൃത്തിയാക്കും. നോമ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അടിച്ച് ഫുള്ള് വീട് ചില കൂട്ടുകാർ ഫുള്ള് എല്ലാ അവരുടേതായ ഒരു വിശ്വാസമല്ലേ, അതുപോലെ നമ്മൾ ഇത് കർക്കിടക മാസം 1-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം ചെയ്യട്ടോ. ചിലവർ ഇറച്ചി മീനൊന്നും കഴിക്കില്ല, നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്താ ചില ആൾക്കാർ പറയും ഞങ്ങൾ കർക്കിടക മാസം ഒന്നും കഴിക്കില്ല, എന്താ പിന്നെ ചിങ്ങത്തിൽ കഴിക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ കഴിക്കാറുണ്ട്. അച്ഛൻ അയ്യപ്പൻ വിളക്കുകാരനാണ് പറഞ്ഞു വെച്ചാലും അച്ഛൻ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാമായണ വായന ചോറുന്നില്ല, അച്ഛൻ ചോറുന്നില്ല. നമുക്ക് അവർ ചെയ്യുന്ന കണ്ടാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പം ഞങ്ങൾ കഴിക്കാറുണ്ട്. ഇനി രാവിലെ നമ്മൾ നീച്ച് വിളക്ക് വയ്ക്കില്ലേ, കുളിച്ച് വിളക്ക് വയ്ക്കും. പക്ഷെ നമ്മൾ ഇറച്ചി മീൻ കഴിക്കും. ഞാൻ അത് തോരട്ടിട്ട് പോരാ കേട്ടോ. നമുക്കില്ലേ എന്താ ഈ അർദ്ധനാരി ക്ഷേത്രത്തിലേക്ക് പോകണം കേട്ടോ കർക്കിടക മാസത്തിൽ. പെരിന്തൽമണ്ണ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ ഭാര്യയൊക്കെ പോയി കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു നല്ലൊരു അമ്പലമാണ്, കാണാനുണ്ട് അവിടെ എന്നുള്ളത്. അപ്പോൾ എന്തായാലും പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വിചാരിച്ച് കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മുടക്കങ്ങൾ വരും, എന്നാലും പറ്റിയിട്ടേ ഇല്ല. അവർ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോഴേ അപ്പോൾ നോക്ക് അമ്പലത്തേക്ക് നമ്മളിങ്ങനെ പോകണം എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മുടക്കങ്ങളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് എനിക്കിപ്പോൾ ഇല്ലേ നമ്മുടെ കുട്ടികളുടെയും എല്ലാവരുടെയും നമുക്ക് പോകുമ്പോൾ നോക്കണമല്ലോ. അത് കാരണം കുട്ടികളില്ലാണ്ട് പോകുമ്പോൾ നമുക്കും ഇടങ്ങാറാണ്. മക്കളാണോ വെച്ചാൽ മക്കളും ചോദിക്കും എന്താ എവിടേക്കാണ് പോണ്, ഞങ്ങളും ഉണ്ട് പറയും. അപ്പോൾ ഇപ്പം അങ്ങനെ വല്ലാണ്ട് ഇത് പോകാറില്ല. പെൺകുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ അവർക്ക്. പക്ഷെ അവർ അച്ചുട്ടിക്കാണ് കേട്ടോ ചെറുതായിട്ടെങ്കിലും ഒരു വിഷമം വരിക. അമ്മുട്ടി അങ്ങനെ പറയും, അമ്മുട്ടി പറയും, അമ്മ പൊക്കമ്മ പറയും, അച്ചു ഞാനും ഉണ്ടേ പറയൂ. കിച്ചുട്ടൻ പിന്നെ മുമ്പിലും കുഞ്ഞിനും മുമ്പിലായിരിക്കും കേട്ടോ. അവർക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അമ്പലത്തേക്ക് പരിയാനം പറ്റ പോയി വരുമ്പോഴൊന്നും അവർ കൊണ്ടുവരാറില്ല. എപ്പോഴെങ്കിലും കേട്ടോ കൊണ്ടുവരാറുള്ളൂ പരിയാനം പറ്റയ്ക്ക്. എന്താ ചിലപ്പോൾ ഞങ്ങൾ അവർ നീക്കുമ്പോഴേക്കും ഞങ്ങൾ പോയി വന്നിട്ടുണ്ടാവും. 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. 7-7:10 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല ചേട്ടാ. ചില സമയത്ത് മാത്രം നേരം വഴുകും. അത് ഇതാണ് വർക്ക് ഇവിടെ ഉണ്ടായിരുന്നേ. എന്താ കുറേ ഇന്നലെ വർക്ക് ചെയ്താ കണ്ടോ പറഞ്ഞപ്പോൾ ഇതെന്താ സാധനം ചോദിച്ചിരുന്നില്ലേ. ഇതിനെക്കാട്ടിലും വലുതായിരിക്കും കേട്ടോ. ചായക്കടയിൽ ഉണ്ടാവുക 5 രൂപയാണ് ഒന്നിന്. നമ്മൾ ചായ കുടിക്കാനൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ചായ കുടിക്കാൻ കയറില്ലേ, ആ സമയത്ത് നമ്മളിത് വാങ്ങുമ്പോൾ അവൾക്ക് ആവശ്യമില്ലാത്ര റസ്ക് ഉണ്ട് കേട്ടോ. റസ്ക്ക് ചായ എവിടെ ഉണ്ടാവില്ല. എത്ര വേണം? പിന്നല്ലേ ഞാനൊരു സംശയം ചോദിച്ചോക്കട്ടെ, കൂട്ടുകാരോട് ചോദിക്കട്ടെ. നമ്മുടെ അച്ഛനമ്മയൊക്കെ ഉള്ള സമയത്തേ, എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കട്ടെ, നമ്മുടെ അച്ഛനമ്മയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരിൽ സ്ഥലം ഉണ്ടെങ്കിലില്ലേ, ആ സ്ഥലം ഇപ്പം മക്കളുടെ പേരിലൊക്കെ എഴുതി കൊടുക്കുകയാണ് വിചാരിച്ചു കഴിഞ്ഞല്ലേ, മക്കൾ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് മക്കൾ നോക്കാതെ കഴിഞ്ഞു വെച്ചാൽ
എന്താണ് ചെയ്യാൻ പറ്റുക? എന്താണ് ചെയ്യുക? ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ സംശയം വരാറുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ നല്ലപോലെ നോക്കും, അമ്മയുടെ കാലശേഷം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെയൊക്കെ പൈസ എടുത്ത് ഇപ്പോൾ വീടൊക്കെ വെച്ചിട്ടുണ്ടാവും ലേട്ടാ. ലാസ്റ്റ് അവർക്ക് ചിലപ്പോൾ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ പറ്റാതെ കഴിഞ്ഞു വെച്ചാൽ അവർക്ക് അവിടെ സമാധാനം ഇല്ലെങ്കിൽ എൻ്റെ പൈസയ്ക്ക് വീട് വെച്ചതാണ് പറഞ്ഞിട്ട് തൊയിരം കെടുത്തു. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ തൊയിരക്കേട് കേട്ടിട്ടിരിക്കേ. അപ്പോൾ കേട്ടിട്ട് ഉണ്ടാവാണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലല്ലേ അവർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീടും സ്ഥലം വേണല്ലേ ശരിക്ക്, അല്ലേ? അത് അവർക്ക് നല്ലത്. ഞാനങ്ങനെ കുറേ ആയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴല്ലേ ഇങ്ങനെ പാർട്ടീഷൻ കഴിഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് എന്താ വെച്ചാൽ അമ്മേനെ ഞങ്ങളല്ലേ നോക്കണത്. അപ്പോൾ അമ്മയുടെ ഭാഗം ഞങ്ങൾ വാങ്ങിയെന്ന് പറയില്ലേ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗം ഞങ്ങൾ വാങ്ങിയെന്ന് പറയില്ലേ. ലാസ്റ്റ് കുറേ കഴിയുമ്പോൾ ഈ അച്ഛന്മാർക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഒരു വിലയില്ലാത്ത പോലെ ആവോന്ന്. അച്ഛൻ്റെ അമ്മയുടെ പേരിലും മുതലൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താണ് ആവാണ്ടേ? പക്ഷെ അങ്ങനെ ഇല്ലാതെ നോക്കണ എത്ര മക്കളുണ്ട് അല്ലേ? നോക്കില്ല എന്നല്ല പറയുന്ന 90% ആൾക്കാരും നോക്കില്ല. അത് കഴിയുമ്പോഴേക്കും അവർക്ക് ഇതിപ്പോൾ എന്താ നോക്കിയിട്ട് ഇപ്പം എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടില്ല. അത്ര കാലം നോക്കിയതൊക്കെ മറക്കില്ലേ? പിന്നെ നോക്കിയിട്ട് ഇപ്പം എന്താ കിട്ടുന്നത്? പിന്നെ ഇപ്പോൾ അപ്പോഴേക്കാണെങ്കിൽ അച്ഛനമ്മയ്ക്കും ആശുപത്രി പോക്കും മരുന്ന് വാങ്ങലും ഒക്കെ ബാധ്യതകളാവും, ബുദ്ധിമുട്ടുകളാവും. നേരെ മറിച്ച് എന്തെങ്കിലും അവരുടെ പേർക്ക് ഒരു സമ്പാദ്യം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നോക്കിയാൽ എന്തെങ്കിലും കിട്ടില്ലോ എന്ന് അങ്ങനെ കണക്കാക്കുന്നവരും കുറേ ഉണ്ട്. നോക്കാതെ അച്ഛനമ്മയെ നോക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. മുതലും നോക്കണ്ട, അത് ശരിയാ. കുട്ടികളെ നോക്കണ പോലെ അല്ലേ എത്ര ആൾക്കാർ അങ്ങനെ. നമ്മുടെ മക്കളെ വളർത്തി അച്ഛനമ്മയെ നോക്കണമെങ്കിൽ ഇപ്പോൾ പിന്നെ ആദ്യം ഒരു ടിപ്പ് കിട്ടണം. അല്ല, പിന്നെ ആദ്യം ഒരു ടിപ്പിൻ്റെ ആവശ്യം ഉണ്ടോ നോക്കിയാൽ? ഇത്ര കാലം നോക്കിയില്ല. അവർ കാണുന്ന കാലം മുഴുവൻ അവരെല്ലാ സുഖസൗകര്യങ്ങളും സന്തോഷവും ഒക്കെ കളഞ്ഞ് മക്കളേന്ന് പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അവർക്കൊരു വയ്യാത്തൊരു കാലം വരുമ്പോൾ അവർ നോക്കാണ്ട് അപ്പോഴും ലാഭം നോക്കുന്ന എത്ര ആളുണ്ട്? മനുഷ്യർ പലതരമാണ്. അതെന്താ പറയാൻ കാരണം എന്നറിയോ? ഇന്നലത്തെ ഒരു ന്യൂസ് കണ്ടോ? 2 മൂക്കുത്തിക്ക് വേണ്ടിയിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് കണ്ടോ? തമിഴ്നാട്ടിലാണ് നടന്നത്. ഏട്ടൻ കണ്ടില്ലേ അത്? ഞാൻ കാണിച്ചെന്നില്ല ഏട്ടാ? അമ്മേനെ മൂക്കുത്തി 2 മൂക്കുത്തിക്ക് വേണ്ടി പ്രായമായ അമ്മേനെ ചെയ്തിരിക്കുക. മൂക്കുത്തിക്ക് സ്വർണത്തിന്റെ ഒരു പേരക്കുട്ടി. അധികം പ്രായമൊന്നുമില്ല അല്ലേട്ടാ? അതന്നെ എന്തൊക്കെ നല്ല സുഖം. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പണം അല്ലെങ്കിൽ മുതൽ, സ്നേഹത്തിനും അല്ലെങ്കിൽ അതിനൊന്നും ഒരു വിലയില്ല ഇപ്പോൾ. അതൊക്കെ അപൂർവ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അല്ലാത്തവരൊക്കെ ഈ പറഞ്ഞൊക്കെ തന്നെ ലാഭം എന്താണെന്ന് നോക്കുക. ഒക്കെ കച്ചവടമാണ്. അച്ഛനമ്മയെ ഒക്കെ എന്ത് നോക്കില്ല അതിലല്ല. ഞാനപ്പോൾ ഇങ്ങനെ എനിക്കാണെങ്കിലോ കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ന്യൂസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും എൻ്റെ കിച്ചൊക്കെ നാളെ വലുതാവുമ്പോൾ നമ്മളവരൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയും. പക്ഷെ മനസ്സ് നമ്മൾ പൊട്ട മനസ്സല്ലേ, നമ്മൾ ചിന്തിക്കും നമ്മളിപ്പോൾ തേനേ മുട്ടേ സ്വർണ്ണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ അവർ ഇങ്ങനെ നോക്കുമ്പോൾ നാളെ നമുക്കല്ലേ. അങ്ങനെ തന്നെ എല്ലാ അച്ഛനമ്മയും ഓരോരോ മക്കളെ സ്നേഹിക്കണം. അങ്ങനെ തന്നെയാണ്. നമ്മൾ മാത്രമൊന്നുമല്ല, നമ്മളെക്കാളേറെ സ്നേഹിക്കണം എല്ലാവരും. അങ്ങനെ തന്നെ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നതാണ് അറ്റം. അതേപോലെ തന്നെ എല്ലാവരും അവരാരും മക്കളെ ജീവനേന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും സ്നേഹിക്കും. ഞാനൊക്കെ അല്ലേ ഇവിടെ വീടായ സമയത്ത് സുകന്യ എന്താ പറഞ്ഞു? സുകന്യക്ക് അറിയാലോ അല്ലേ? ഇവിടുത്തെ അമ്മയുടെ അടുത്ത് ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു. ഇപ്പം ഞാൻ ആ വീട്ടിൽ അമ്മയുടെ അടുത്തും പറയുന്നുണ്ട് അമ്മ ഇവിടേക്ക് വന്നല്ലോ. അപ്പം അമ്മ ഭയങ്കര ഈഗോ പ്രശ്നമാണ്. അമ്മ പറയും എങ്ങനെ മരുമകൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക? അവൻ്റെ അമ്മേനെയാണ് നോക്കേണ്ടത്, ഇന്നയല്ല നോക്കേണ്ടത് പറയും. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ ഏട്ടൻ്റെ അമ്മേനെയാണ് നോക്കണ്ടേ, എൻ്റെ അമ്മേനെ എല്ലാം നോക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെയൊന്നുമില്ല. കാരണം സാഹചര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നിൻ്റെ അമ്മ എന്നില്ല, പ്രായമായാലും നമ്മൾ നോക്കില്ല. ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മ പറയും അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ചിന്തകളാണ് കേട്ടോ. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അല്ലെങ്കിൽ അവരെന്താ ചിന്തിക്കുക. അപ്പോൾ വന്ന് നിന്ന് കഴിഞ്ഞു വെച്ചാൽ അതേപോലെ ചിന്തിച്ചു വെച്ചെങ്കിലും ഞാൻ പറയാണ് അവരുടെ സ്നേഹത്തിന് നമ്മളൊരളവ് അതിർത്തി വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ അമ്മേനെ പോലെ തന്നെ അമ്മേനായിട്ട് കാണുകൊണ്ടല്ലേ നമ്മൾ വിളിക്കുന്നു നിൽക്കാനും പറഞ്ഞത്. ഇപ്പോൾ എന്താ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അത് ഞാൻ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ 3 ആമക്കളുണ്ട്, 3 എണ്ണം.
ഈ മൂന്നാൾക്കാർക്കില്ലേ ഭാര്യ വീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല കേട്ടോ. മൂന്നാളും സതിയേട്ടനാണോ വെച്ചാലും തന്നെ സുകന്യയുടെ അച്ഛനും അമ്മേനെയും അവർ സ്കൂൾ ഓണത്തിന് പോയി കഴിഞ്ഞാൽ അവർ നാളെ പറഞ്ഞില്ലേ എല്ലാവരും പാടെ പോയിരുന്നു കണ്ടില്ലേ അല്ലേ, ഇവർ ടൂർ എവിടേക്കെങ്കിലും പോവും. അപ്പോൾ അമ്മയും ഞങ്ങളൊക്കെ ഉണ്ടാവും. അതിനിപ്പോൾ എന്താ ചിലവർ വിചാരിക്കും എന്താ അമ്മായിമ്മേനെ കൊണ്ടുപോകാണ്ട് അവളുടെ അമ്മേനെയും അച്ഛനെയും കൊണ്ട് പോകണമെന്ന്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലേ നമ്മുടെ അച്ഛനമ്മമാരെ രണ്ടും നമ്മുടെ അച്ഛനമ്മമാരാണ്, രണ്ടുപേരെയും കൊണ്ടുപോകണം അല്ലേ ഏട്ടാ. അമ്മ അവിടെ ഉള്ള സമയത്ത് അമ്മയെ നമ്മൾ ഇവിടെ ആക്കിയിട്ട് എവിടേക്ക് നമ്മൾ ഇതിൽ യൂട്യൂബിൽ തന്നെ എടുക്കണം. നമ്മൾ ലുലു മാള് കാണാൻ പോയ സമയത്ത് എവിടേക്ക് നമ്മൾ അവിടേക്കൊക്കെ ലോങ് പോയായിരുന്നു. അപ്പൊ നമ്മൾ പോണ സമയത്ത് കൊണ്ടുപോകും, അല്ലാതെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മൾ പോകുമ്പോഴല്ലേ കൊണ്ടുപോവുക. അന്നിപ്പോൾ പോണ സമയത്ത് കൊണ്ടുപോയി. അപ്പോൾ കാഞ്ഞിരത്തമ്മേനെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സമയത്ത് ഇവിടെ അമ്മയില്ലേ, കാഞ്ഞിരത്തമ്മയുണ്ട്, അമ്മ പോവുക പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അങ്ങനെ ആരെല്ലാം പോവുക, ആർക്കാണ് വയ്ക്കുക, അമ്മയ്ക്ക് കാല് കൊണ്ട് പോയി കാല് അടച്ചിലാണ് എടുത്തു കഴിഞ്ഞാണെന്നൊക്കെ പറയും. ആർക്കാണ് കാണാൻ താല്പര്യം. കാഞ്ഞിരത്തമ്മയ്ക്ക് പിന്നെ സ്ഥലങ്ങൾ കാണാൻ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് അങ്ങനെ യാത്രകളിലൂടെ വല്ലാണ്ട് കമ്പമൊന്നുമില്ല. സ്ഥലം കാണാനൊക്കെ ഓരോ ആഗ്രഹമുള്ളവരുണ്ടല്ലോ. തിയേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞു വെച്ചാലേ അമ്മ എന്താ തണുത്തിട്ട് വയ്യ പറഞ്ഞിട്ടില്ലേട്ടാ. അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ കഴിച്ചോളിയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും എനിക്ക് ദോശ മതി. അപ്പം ഞാൻ പറയാം അമ്മയടുത്ത് ദോശ മതി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇന്ന് ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ കല്ലടി കൂട്ടിക്കുമായിരുന്നു, നമ്മുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കണില്ലേ ചോദിക്കും. എൻ്റെ അമ്മയാണ് പറഞ്ഞു വെച്ചാലും തന്നെ ഇഡ്ഡലി പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കുന്നതാണ്. ബിരിയാണി കഴിക്കാൻ പറഞ്ഞാൽ അമ്മ ബിരിയാണിയോ അല്ലെങ്കിൽ അൽഫാമോ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുകയില്ല. നാളെ അതേപോലെ അമ്മ വന്ന സമയത്ത് കുഴിമന്തി വാങ്ങിയപ്പോൾ അമ്മ എനിക്ക് സാദാ ചോറ് മതി, എനിക്ക് കുഴിമന്തി വേണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ അല്ല ഞാൻ പറയാം, നമ്മൾ കാലങ്ങൾ പോണതിലേ നമ്മുടെയൊക്കെ എല്ലാ ആദ്യമൊക്കെ പറഞ്ഞു വെച്ചാൽ വയസ്സായ ഒരാളുണ്ടെങ്കിൽ അവരുടെ മലവും മൂത്രവും ഒക്കെ കോരി ആ വീട്ടിലെ മകളും മരുമകളും ഒക്കെ നോക്കുമായിരുന്നു. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എത്രയേ കാഞ്ഞിരപ്പുഴ മഠത്തിൽ അമ്മമാർ കിടക്കണം അച്ഛന്മാർ കിടക്കണം പറഞ്ഞിട്ടാ. കാഞ്ഞിരപ്പുഴ മഠത്തിലൊന്നല്ല, എല്ലാ അനാഥാലയങ്ങളും ഉണ്ട്. അല്ല എനിക്ക് കാഞ്ഞിരപ്പുഴയല്ലേ എനിക്കറിയുള്ളൂ. എല്ലാ അനാഥാലയങ്ങളുടെ അവസാനം അനാഥാലയങ്ങളൊന്നും ആളില്ലാണ്ട് പൂട്ടിയിട്ടില്ല ഇതുവരെ. നല്ല പ്രായമുള്ള ആളട്ടോ, അയാൾക്ക് നോക്കാൻ രണ്ട് മക്കളെ നോക്കി പഠിപ്പിച്ച് നല്ല ബുദ്ധി. ഒരാള് അധ്യാപനാണ്, ഒരാൾ ഗൾഫിലാണ്, നല്ല കോടീശ്വരനാണ്. ഈ സ്ത്രീയാളുടെ സ്വത്തൊക്കെ വാങ്ങിയിട്ട് ഇയാളെ ആ വീട്ടിൽ തന്നെ ഇട്ടിട്ടോ. ആരും അയ്യോ കട്ട് സങ്കടം നോക്കോ, അത് കരയ്ക്കണു. ഒരു ഏട്ടൻ വന്നപ്പോ ആ ഏട്ടൻ്റെ അടുത്ത് എന്നിട്ട് അവരിനെ തിരുവനന്തപുരം ഏതൊരു ആശ്രമത്ത് എടുത്തു. അല്ല കുറച്ച് കഴിയുമ്പോ അവരുടേതായ ഇതിലൊരു കമന്റ് കണ്ടിരുന്നു. ഒരു അതിനെ അമ്മമാരെങ്ങനെങ്കിലും ആവശ്യം വരും. എന്താണെന്നറിയോ, മക്കളെ നോക്കാനും അടുക്കള പണി നോക്കാനും ഇല്ലേട്ടാ. അടുക്കള പണി ചെയ്യാനും വയസ്സായി കഴിഞ്ഞാൽ വെച്ചാൽ അടുക്കള പണി ചെയ്യാനോ അവരുടെ പേരക്കുട്ടികളെ നോക്കാനും ഒക്കെ മക്കളെ നോക്കാനൊക്കെ അമ്മമാര് വേണ്ടി വരും. അച്ഛൻ അവന്റെ അടുത്തുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള സ്റ്റാറ്റസ് ഉള്ളവർ അത്രയും അച്ഛനെ കൊണ്ടുപോയി അത് കുറച്ചിലാണ്. ഈ അച്ഛൻ്റെ മക്കളല്ലേ ഒരു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അമ്മയത്തെ നമ്മുടെ വീടിന് കുറേ വർഷമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വീടിന് പാസ് എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ അത് കയറുമെന്ന് പറയുന്നുണ്ട് വീട്. അല്ലെങ്കിൽ അത് കയറിയിട്ടില്ലെങ്കിൽ അത് തലയിൽ കൂടെ വീട് കിട്ടോ, അങ്ങനെയാണ് കിടക്കുന്നത്. കാരണം പണ്ടത്തെ മൺചുമരിൻ്റെ വീടൊക്കെ അല്ലേ, ഈ വീടിൻ്റെ അത്രയും കൂടി നന്നല്ല കേട്ടോ അവിടെ. അപ്പോൾ കിട്ടുമെന്ന് പറയണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ പറയും നമ്മുടെ അമ്മ ഇവിടെ വന്നിരുന്നോട്ടമ്മ, അമ്മ പോകണ്ട, എന്താ വീടിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ഇപ്പം എന്നിട്ട് അമ്മ എന്താ പറയുന്നത്, ഷെഡ് കെട്ടിയിട്ടിരിക്കാനത്രയായിട്ടാണ് പറയുന്നത്. അതാണ് ഈ ചില ആൾക്കാർക്കില്ലേ എങ്ങനെയാ പറഞ്ഞു വെച്ചാൽ ഈ ഓരോ ഈഗോ പ്രശ്നങ്ങൾ വരില്ലേ. ഇനി അവരെന്താ വിചാരിക്കുക. ഏട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയല്ലോ. എത്രയും അമ്മ ഇവിടെ വന്നു നിന്നാൽ ഏട്ടൻ്റെ അമ്മയ്ക്കും കുഴപ്പമില്ല, ഏട്ടൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാണ്. അവർ രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഇതും പറഞ്ഞിട്ട് നമ്മളെക്കാട്ടിലും കൂട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്. ചില വീട്ടിൽ കാണാം എന്താ മരുമകളുടെ അമ്മ വരുമ്പോൾ ഇവിടുത്തെ അമ്മായിമ്മ മുഖം നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയില്ലേ. ഇവിടെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അവർ അമ്മമാർ രണ്ടുപേരും ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് പണി സഹായത്തിനും ഒരാളാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തുതരും ചെയ്യും. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. നമ്മളിപ്പോൾ അവരോട് പണി എടുക്കണ്ടെന്ന് പറഞ്ഞു വിചാരിച്ചോ, അമ്മ നിങ്ങളത് ചെയ്യണ്ട ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം വരും. വെറുതെ ഇരിക്കാൻ വയ്യ, വെറുതെ ഇരുന്ന് കഴിക്കാൻ വയ്യ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ അവർ. ഇപ്പോഴും എൻ്റെ അമ്മ, ഞാനിപ്പോൾ ഇത് പറയില്ല, വീഡിയോ നമ്മൾ നമ്മുടെ അടുത്ത് പറയുകയും വീഡിയോയുടെ കാര്യം എന്തൊക്കെ ചെയ്യുമ്പോൾ അമ്മ നിങ്ങൾ ഇങ്ങോട്ട് വരും,
എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചായി കഴിഞ്ഞാൽ അമ്മയും സുകന്യൊക്കെ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി, അമ്മ നിങ്ങൾക്ക് കുക്കിംഗ് ഒക്കെ അറിയില്ലേ പറയും. പക്ഷെ അമ്മ പറയും ഞാൻ അവിടെ തന്നെ ഇരിക്കുള്ളൂ പറയും കേട്ടോ. അമ്മു സുകന്യൊക്കെ പാടെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മുട്ടി. പക്ഷെ അമ്മുട്ടിക്ക് എന്താ വെച്ചാൽ അവൾ ഈ ഒരു വർഷം ഇങ്ങനെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞു കേട്ടോ. +2 അവൾക്കും അത്യാവശ്യം +2 പരീക്ഷ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നല്ലേ ഏട്ടാ, അതിൻ്റെ ഇടയിൽ കൂടെ വരാമെന്ന്. അവർ രണ്ടുപേരും ആകുമ്പോൾ ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും. എൻ്റെ പോലെ ഇല്ല കേട്ടോ, എല്ലാതും ഉണ്ടാവും. അമ്മു ഉഷാറായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവും. എല്ലാം ഞാൻ ചോദിച്ചതാണ് കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതിൽ. എൻ്റെ ഒരു മനസ്സിക്ക് ഇങ്ങനെ തോന്നുക, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലർ നോക്കില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു വെച്ചാൽ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നാളെ കാണാം കേട്ടോ.